ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കർഷകരെ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണെന്നാരോപിച്ച് സംയുക്ത കർഷകവേദി സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഓണക്കാലത്തിനു മുമ്പ് നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായെന്നും ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ പറഞ്ഞു. കൊല്ലങ്കോട് ഭാഗത്തെല്ലാം കൊയ്യാറായി, 10 ദിവസത്തിനകം നിരന്തര കൊയ്ത്താവും. കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ നെല്ലെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആശങ്കയിലാണ് കർഷകർ. അപ്പോഴാണ് പറയുന്നത്, ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ബേബി കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ലോഡിംഗ് പോയിന്റ് കർഷകന് ദോഷകരമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന നല്ല വശങ്ങൾ എന്ന് വെച്ചാൽ PRS കൊടുത്താൽ ഉടൻ തന്നെ പൈസ കൊടുക്കണം. ആ കാര്യം കർഷകന് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ലോണായി കൊടുക്കുന്ന സംവിധാനം വേണ്ട എന്ന് ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതും കർഷകന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഈ ലോഡിംഗ് പോയിന്റിന്റെ വിഷയത്തിൽ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അതാത് കർഷകന്റെ കളങ്ങളിൽ പോയി എടുത്താൽ മാത്രമേ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷനിലുള്ള അപാകത അടിയന്തരമായി പരിഹരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുമ്പോൾ കിട്ടുമ്പോൾ തരാം എന്നുള്ള പരിപാടി മാറ്റണം. 40 കിലോ എന്നുള്ള സംവിധാനം മാറ്റണം. ഇപ്പം നിലവിലുള്ള ലോഡിംഗ് പൈസ 55 കിലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 25-26 രൂപയാണ് പാലക്കാട് ജില്ലയിൽ കൊടുക്കുന്നത്. അത് 40 കിലോ ആക്കിയാലും ആ സംഖ്യ അവർ വാങ്ങും. അപ്പം അതുകൊണ്ട് 40 കിലോ ആക്കി തൂക്കി വെക്കാൻ ചെറുകിട 1 ഹെക്ടറും 1 ഏക്കറും ഉള്ള കർഷകന് അത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ കഴിയില്ല. 280 കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നെല്ലുവില നൽകുന്ന രീതിയാണ് തുടരുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചെന്നും സി പ്രഭാകരൻ പറഞ്ഞു. കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ വേണു, പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PC ശിവശങ്കരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് R രമേശ്, ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.